നമസ്കാരം. നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അത് ഒന്ന് വീക്കായി കഴിഞ്ഞാൽ ഫിസിക്കലി, ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ ഒത്തിരി തകർന്നു പോകും. അപ്പോൾ ഇത് എപ്പോഴും തന്നെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സന്തോഷം നിറഞ്ഞൊരു ലൈഫിലേക്കുള്ള ഒരു നേർവഴിയാണ് നല്ല ആരോഗ്യമുള്ള ജീവിതം എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഒരുപാട് മോട്ടിവേഷണൽ ടോക്കായി പോയോ? മറ്റൊന്നുമല്ല, ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴും തന്നെ നമ്മുടെ ആരോഗ്യപരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ തന്നെ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിൽ നമുക്ക് ചിലരൊക്കെ തന്നെ യോഗ, പ്രാണായാമയൊക്കെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഹഠ യോഗ എന്ന് പറയുന്ന അതിൽ വരുന്ന ഒന്നാണ് ജലനേതി എന്നുള്ളത്. മറ്റൊന്നുമല്ല, നേസൽ ക്ലെൻസിങ്. ചെവി, കണ്ണ്, മൂക്ക് എന്നുള്ളവ അണുബാധയിൽ നിന്നൊക്കെ തന്നെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന ആണ് ഈ ഒരു നാസൽ ക്ലെൻസിങ് എന്നുള്ളത്. മുൻപ് നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ഭാഗത്തേക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അതിപ്പോൾ നമ്മുടെ സെർവിക്കൽ പ്രോബ്ലംസ് ആണെങ്കിലോ കഴുത്ത് വേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ പോലും സൈനസ് ഇഷ്യൂസ് ഒക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അണുതൈലം വെച്ചിട്ട് നസ്യം ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതുപോലെ തന്നെ നമ്മുടെ അപ്പർ ബോഡി പാർട്ടിലേക്ക് ഉണ്ടാവുന്ന അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, എന്ത് അണുബാധയായാലും അല്ലെങ്കിൽ ആസ്മ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിന് ഒക്കെ തന്നെ വളരെ നല്ലൊരു സൊല്യൂഷനാണ്. നമുക്ക് ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ തന്നെ ഇതുവഴി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് സൈനസൈറ്റിസ് അല്ലെങ്കിൽ മറ്റ് പലവിധ തലവേദനകളൊക്കെ തന്നെ. ഇതിനെയൊക്കെ തന്നെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന ഒരു ടിപ്പ് കൂടിയാണ് ഈ ഒരു ജലനീതി അല്ലെങ്കിൽ നേസൽ ക്ലെൻസിങ് എന്നുള്ളത്. ഇത് എപ്പോഴും തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഒട്ടും പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ പോയി കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പറയാൻ കാരണം ചിലർക്കൊക്കെ തന്നെ നേസൽ ബ്ലീഡിങ്, മൂക്കിൽ നിന്ന് രക്തസ്രാവം പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മൂക്ക് സംബന്ധമായിട്ട് ചില ഇൻഫെക്ഷൻസ് പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ കൺസൾട്ടേഷൻ ചെയ്യുന്നതായിരിക്കും ഉത്തമം. കാരണം ചില ഡിമെറിറ്റ്സും ഉണ്ട് ഇതുപോലുള്ള ഇത്തരം കേസിലൊന്നും നമ്മളിത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ജലനേത്തി പോട്ടിൽ ഇതുപോലെ ഇളം ചൂടുള്ള വെള്ളം ഉപ്പിട്ടതാണ് നമ്മൾ നിറച്ചിട്ടുള്ളത്. ഇനി ആ നേത്തി പോട്ടിൻ്റെ അറ്റം അഗ്രഭാഗം ചെറുതായിട്ട് മൂക്കിലേക്ക് ശ്രദ്ധാപൂർവം ചേർത്ത് വെച്ചിട്ട് ഒരു മൂക്ക് നാസാദ്വാരത്തിലൂടെ ഇത് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ദ്വാരത്തിലൂടെ ഇത് പുറത്തേക്ക് വരും. അപ്പോൾ ഇനി നമ്മൾ ഇതേ രീതിയിൽ തന്നെ മറ്റേ ദ്വാരത്തിലൂടെയും കൂടെ ആവർത്തിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് നന്നായിട്ട് ശ്വാസം നന്നായിട്ട് എടുക്കാനും അതുപോലെ നമ്മുടെ ലങ്സ് എല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് അലർജി, തുമ്മൽ, കഫക്കെട്ട്, മുക്കൊലിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്ക് അതെല്ലാം തന്നെ ഇല്ലാതാക്കാനും കൂടെ സഹായിക്കുന്ന വളരെ നല്ലൊരു മെത്തേഡാണ് ഈ ഒരു ജലനേത്തി ക്രിയ എന്നുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തു. അതുപോലെ തന്നെ നേസൽ കഞ്ചഷൻ, നമുക്ക് മൂക്ക് അടപ്പ് അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് എപ്പോഴും വെള്ളം ഒലിക്കുന്ന റൈനൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആരോഗ്യ പ്രശ്നങ്ങളിൽ അത് ഉപയോഗിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ തന്നെ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രശ്നമാണല്ലേ സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ. ഒരു 30+ ആയിട്ടുള്ള ഒരുവിധ സ്ത്രീകളിലൊക്കെ ഈ ഒരു അവസ്ഥയിലൂടെ പലരെങ്കിലും കടന്നു പോയിട്ടുണ്ടാവും. അപ്പം ഭൂരിഭാഗം ആളുകളും പോകുന്നുണ്ട് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പല പ്രശ്നങ്ങൾ കൊണ്ട്, അത് അവരുടെ ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എൻവിയോൺമെൻ്റൽ ചേഞ്ചസ് കൊണ്ടോ ഒക്കെ തന്നെ ഇത് സംഭവിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായാലും തന്നെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും കൂടെ പറ്റിയ ഒരു ടിപ്പാണ് ഈ ഒരു ജലനേത്തി എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ജലദോഷം പ്രശ്നങ്ങൾ വരുന്നതും കഫക്കെട്ട്, മൂക്കിൽ പലവിധ പ്രശ്നങ്ങൾ വരുന്നതും സ്നീസിങ്, സൈനസൈറ്റിസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില വേദനകളിൽ, ഈ പറഞ്ഞ പോലെ സെർവിക്കൽ ഇഷ്യൂസിൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലും ഒക്കെ തന്നെ ഇത് വളരെയധികം ഗുണകരമായിട്ട് കാണാറുണ്ട്. കണ്ണിലെ ഗ്രന്ഥികളെയൊക്കെ തന്നെ ക്ലെൻസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വിഷൻ അല്ലെങ്കിൽ കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വായ തുറന്ന് വെച്ച് ചെയ്യുന്നതും അതുപോലെ ഒരു സൈഡിലെ മൂക്കിലെ ഹോളിലൂടെ ഇതുപോലെ ചെരിഞ്ഞ് നിന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഒഴിച്ച് മറ്റേ മൂക്കിലൂടെ അത് പുറത്തേക്ക് കളയുന്ന ഒരു രീതിയാണ്. ഇത് വീണ്ടും രണ്ട് മൂക്കിലും മാറി മാറി ചെയ്യേണ്ടതാണ്. അപ്പം ഇത് ചെയ്യേണ്ട ഒരു സമയം കൂടെ ഉണ്ട്. തോന്നിയ സമയത്തൊന്നും
ഒന്നും ചെയ്യരുത്. നമ്മൾ അണുതൈലത്തെ നസ്യം ചെയ്യുന്ന പറഞ്ഞതുപോലെ തന്നെയാണ് കുളിക്കുന്നതിന് മുൻപായിട്ടോ മലമൂത്ര വിസർജനമൊക്കെ ചെയ്തതിന് ശേഷം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് വളരെ വലിയൊരു പ്രൊസീജിയർ തന്നെയാണ്, പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചില ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അമിതമായിട്ടുള്ള ഇമോഷൻസ് ഒന്നും തന്നെ നമുക്ക് ഉണ്ടായിരിക്കരുത്. അതായത് വല്ലാണ്ട് ദേഷ്യം വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാനസിക മാറ്റങ്ങൾ സംഭവിച്ചാൽ പോലും അത് ഇതുപോലുള്ള പ്രൊസീജിയേഴ്സിനെ ബാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റിനെ ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് മൈൻഡ് നല്ല റിലാക്സ് ചെയ്തിട്ട് ബ്രീത്ത് ചെയ്തതിന് ശേഷം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതൽ തണുപ്പ്, കാറ്റ് അല്ലെങ്കിൽ മറ്റുള്ള പെട്ടെന്നുള്ള കുളിച്ചതിന് തൊട്ട് പുറകെ ഇത് ചെയ്യുക, ഇതുള്ള ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെവിയിൽ ചില ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുള്ളതുണ്ടല്ലോ, അപ്പർ ബോഡി പാർട്ടിലേക്ക് കൂടുതൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുള്ള കേസിലാണെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷനിൽ തന്നെ നിങ്ങൾ ചെയ്യണം. അതുപോലെ ഇത് ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് മുഖത്ത് കൂടുതൽ ഓക്സിജൻ സപ്ലൈ വരുത്താൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ നല്ല കോംപ്ലക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ സഹായിക്കുന്ന നല്ലൊരു പ്രൊസീജിയറാണ് ഈ ഒരു ജലനീതി എന്നുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് സാധാരണ വെള്ളം ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി ലൂക്ക് വോം വാട്ടറിൽ ഉപ്പിട്ടതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പം എപ്പോഴും തന്നെ എല്ലാ ഭാഗങ്ങളെയും നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് പോലെ തന്നെ മൂക്കിലും നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇത്രയേറെ ബെനിഫിറ്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ്. മാക്സിമം കണ്ടു കഴിഞ്ഞതിന് ശേഷം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.